ശാരദാ മുരളീധരൻ വിഷയം ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് അത് എല്ലാ രാജ്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ വ്യവസായ മുന്നേറ്റം എല്ലാ രാജ്യങ്ങളും തിരിച്ചറിയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നോട്ട് വരുന്നത്. അപ്പോൾ ആ സാഹചര്യം കൂടുതൽ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അമേരിക്കയിൽ നടക്കുന്ന അവിടുത്തെ സൊസൈറ്റി ഫോർ അവിടുത്തെ ഒരു സംഘടനയുണ്ട്, സൊസൈറ്റി ഫോർ എന്താണ് അതിൻ്റെ, എന്തായാലും കുഴപ്പമില്ല, അല്ല അതിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിലാണല്ലോ പങ്കെടുക്കുന്നത്. സൊസൈറ്റി ഫോർ, നിങ്ങളാരും ശ്രദ്ധിച്ചില്ലേ? ഈ നിലവിൽ ഇ ഡി കേസിൽ ഇപ്പം സമയം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് രാജീവ്, അതുപോലെ വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അത് നമ്മുടെ കേരളത്തിന് കൂടുതൽ ഗുണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരിക്കും അങ്ങനെ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അതാണ് കേന്ദ്ര ഗവൺമെൻറ് പോകാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്. അത് ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ED എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പറയാമെന്നുള്ള തോന്നലുണ്ടാവും. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം EDക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ സംബന്ധിച്ച് പറയാം.